ഇന്ന് 7789 പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 23 പേരാണ് മരണമടഞ്ഞത്. 94,517 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 6,486 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 1049 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 128 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 50,154 സാമ്പിളുകൾ പരിശോധന നടത്തി. 7,082 പേരാണ് രോഗമുക്തരായത്. എറണാകുളം, കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ പേർക്ക് രോഗബാധ. കോഴിക്കോട്ട് 1,246, എറണാകുളത്ത് 1,209. കോവിഡിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് മഹാകവി അക്കിത്തത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തട്ടെ. അദ്ദേഹത്തിൻ്റെ നിര്യാണം മലയാള സാഹിത്യത്തിനും സാംസ്കാരിക ലോകത്തിനും വലിയ നഷ്ടമാണ്. സാഹിത്യലോകത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. നിരുപാധിക സ്നേഹം പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ശക്തിയാവണമെന്ന് ആഗ്രഹിക്കുകയും ആ ആഗ്രഹം കവിതയിലേക്ക് പകർത്തുകയും ചെയ്ത കവിയായിരുന്നു അദ്ദേഹം. മലയാള കവിതയിലേക്ക് ആധുനികതയെ ആദ്യമായി കൊണ്ടുവന്നത് അക്കിത്തത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസവും ഇടിഞ്ഞു പൊളിഞ്ഞ ലോകവും പോലുള്ള കവിതകളാണ്. മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരി നീട്ടുമ്പോൾ തൻ്റെ മനസ്സിൽ പൂനിലാവ് വിരിയുകയാണെന്നും മറ്റുള്ളവർക്കായി ഒരു കണ്ണീർക്കണം പൊഴിക്കുമ്പോൾ തൻ്റെ ആത്മാവിൽ 1000 സൂര്യൻ ഉദിക്കുകയാണെന്നും പാടിയ മഹാകവിയുടെ ഓർമ്മകൾ എക്കാലവും നിലനിൽക്കും. ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 3,10,140 കേസുകളാണ്. 93,837 ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. 2,15,149 പേർ രോഗമുക്തി നേടുകയും 1,067 പേർ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. കോവിഡ് വ്യാപനം കൂടുതൽ രൂക്ഷമാകുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 10,08,911 കേസുകൾ എന്ന നിരക്കിലാണ് സംസ്ഥാനത്ത് കാണപ്പെടുന്നത്. ദേശീയ ശരാശരി 6,974 ആണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ടെസ്റ്റ് പെർ മില്യൺ 1,07,820 ആണ്. ഇന്ത്യയിലത് 86,792 മാത്രമാണ്. രോഗവ്യാപനം ശക്തമായെങ്കിലും മരണനിരക്ക്
ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിൽ വളരെ കുറവാണ്. കേസ് ഫെറ്റാലിറ്റി റേറ്റ് ഇന്ത്യയിൽ മൊത്തത്തിൽ 1.6% കേരളത്തിൽ 0.34% മാത്രമാണ്. രാജ്യത്ത് 10 ലക്ഷത്തിൽ 106 പേർ മരണപ്പെട്ടപ്പോൾ കേരളത്തിലത് 3.1 മാത്രമാണ്. രാജ്യത്ത് 10 ലക്ഷത്തിൽ 106 പേർ മരണപ്പെട്ടപ്പോൾ കേരളത്തിലത് 31 പേർ മാത്രമാണ്. മുൻപ് വിശദീകരിച്ചതുപോലെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ മികവിൻ്റെ ഫലം തന്നെയാണ് ഇവിടെ മരണസംഖ്യ കുറച്ച് നിർത്താൻ സാധിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരാഴ്ചയായി രോഗബാധിതരുടെ എണ്ണം കുറയുന്നുണ്ട്. ഉറവിടം വ്യക്തമല്ലാതെ രോഗം ബാധിക്കുന്നവരുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു. രോഗം പടരാനുള്ള സാധ്യത ഒഴിവാക്കലാണ് പ്രധാനം. ജില്ലയിലെ ആശുപത്രികളിൽ കിടക്കകളുടെ അഭാവമില്ല. 14,250 ജില്ലയിലെ കേസ് പെർ മില്യൺ കണക്ക്. എ കാറ്റഗറിയിൽ 1026 കിടക്കകൾ, ബി കാറ്റഗറിയിൽ 223 കിടക്കകൾ, സി കാറ്റഗറിയിൽ 117 കിടക്കകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊല്ലം ജില്ലാ ഭരണ സംവിധാനം പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോവിഡ് മുക്തമാവുന്ന ജില്ലയിലെ ആദ്യത്തെ 3 തദ്ദേശ സ്ഥാപനം, ജില്ലയിലെ ആദ്യ 3 തദ്ദേശ വാർഡുകൾ, ഡിവിഷൻ, കൗൺസിൽ, ഓരോ നിയമസഭാ മണ്ഡലത്തിലും ആദ്യം കോവിഡ് മുക്തമാവുന്ന തദ്ദേശ സ്ഥാപനം, അതോടൊപ്പം മണ്ഡലത്തിലെ ആദ്യ തദ്ദേശ വാർഡ്, കൗൺസിൽ, ഡിവിഷൻ എന്നിങ്ങനെ വേർതിരിച്ചാണ് സമ്മാനം നൽകുക. തുടർച്ചയായി ഹോട്ട്സ്പോട്ട് ഓപ്പറേഷൻസ് തുടങ്ങാൻ തീരുമാനമായി. ഞായറാഴ്ച മുതലാണ് പ്രവർത്തനം തുടങ്ങുക. ഈ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്ക് ബോട്ടുകളിൽ പ്രവേശനമുണ്ടാകും. അവർക്ക് മാത്രമേ പ്രവേശനമുണ്ടാകൂ. ഹൗസ് ബോട്ടിലെ ഒരു മുറിയിൽ 2 പേരെ മാത്രമേ പ്രവേശിക്കാവൂ. വലിയ ഹൗസ് ബോട്ടുകളിലടക്കം 10 പേരിൽ കൂടുതൽ കയറാൻ പാടില്ല. ഹൗസ് ബോട്ടുകളും വിനോദസഞ്ചാരികളുടെ ലഗേജും അണുവിമുക്തമാക്കണം. ഓരോ അതിഥിയും പോയി കഴിഞ്ഞാൽ ഹൗസ് ബോട്ടുകൾ അണുവിമുക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹൗസ് ബോട്ടിലെ ജീവനക്കാരുമായി വിനോദസഞ്ചാരികൾ അധികം ഇടപഴകാൻ പാടില്ല. കോട്ടയം ജില്ലയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ ഗണ്യമായ വർധനയില്ല. എങ്കിലും നഗര മേഖലകളിൽ രോഗബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. രോഗം ബാധിക്കുന്നവരിൽ കുട്ടികളും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഏറുന്നുണ്ട്. ഇത് ഉത്കണ്ഠാജനകമാണ്. എറണാകുളം ജില്ലയിൽ 7 FLTCകളിൽ
7 FLTCകൾ SLTCകളാക്കി മാറ്റും. കറുകുറ്റിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന FLTC സ്പെഷ്യൽ കേസ് കെയർ സെൻ്ററായി മാറ്റുകയും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. 4 താലൂക്ക് ആശുപത്രികൾ കോവിഡ് സംശയിക്കുന്നവരെയും ക്വാറന്റീനിൽ കഴിയുന്നവരെയും പരിചരിക്കുന്നതിനായി പ്രത്യേകമായി തയ്യാറാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 11 ഡൊമിസിലറി കെയർ സെൻ്ററുകൾ സജ്ജമായതിൽ 6 സെൻ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായാൽ വയനാട് ജില്ലയിൽ ഡൊമിസിലറി കെയർ സെൻ്ററുകൾ കൂടി തുടങ്ങാൻ തയ്യാറെടുക്കുകയാണ്. വീടുകളിൽ ഐസൊലേഷനിൽ കഴിയാൻ വേണ്ടത്ര സൗകര്യമില്ലാത്ത രോഗികളെയാണ് ഡൊമിസിലറി കെയർ സെൻ്ററുകളിൽ പാർപ്പിക്കുക. ആദ്യഘട്ടത്തിൽ FLTCകളോട് ചേർന്നാണ് സെൻ്ററുകൾ സ്ഥാപിക്കുക. കോഴിക്കോട് ജില്ലയിൽ കോർപ്പറേഷൻ പരിധിയിലെ തീരദേശ മേഖലയിലാണ് രോഗികൾ കൂടുതലുള്ളത്. തീരദേശ മേഖലയിൽ കർശന നിയന്ത്രണങ്ങൾക്കായി പ്രത്യേക ടീമിനെ നിയോഗിച്ചു. തീരദേശ പോലീസ് സ്റ്റേഷനുകളെ ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു. കണ്ണൂരിൽ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സ്രവ പരിശോധനയ്ക്ക് തിരക്കൊഴിവാക്കുന്നതിന് പുതിയ ക്രമീകരണം ഏർപ്പെടുത്തും. ഇതിനായി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ 2 പുതിയ കിയോസ്കുകൾ സജ്ജീകരിക്കും. കാസർഗോഡ് ജില്ലയിൽ തെയ്യം ആചാരാനുഷ്ഠാനങ്ങൾ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് പരമാവധി 20 പേരെ പങ്കെടുപ്പിച്ച് ഒരു സ്ഥലത്ത് ഒരു ദിവസം മാത്രം നടത്താൻ അനുമതി നൽകും. നമ്മൾ ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് രോഗികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആശുപത്രികളിൽ സൗകര്യങ്ങളും വെന്റിലേറ്റർ സൗകര്യങ്ങളും ICU സൗകര്യങ്ങളും ഉറപ്പിക്കുന്ന പ്രവർത്തനത്തിലാണ്. ഈ ഘട്ടത്തിൽ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും എത്രത്തോളം ബെഡുകളും ICU സൗകര്യങ്ങളും ഉണ്ടെന്നുള്ള കണക്ക് എടുക്കുന്നുണ്ട്. സർക്കാർ സംവിധാനത്തിൽ 960 വെന്റിലേറ്ററുകളാണ് പുതുതായി ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഓരോ ജില്ലയിലും സ്വകാര്യ ആശുപത്രികളിൽ 10% കുറയാത്ത ബെഡുകൾ കോവിഡ് രോഗികൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ സ്വകാര്യ ആശുപത്രികളും ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം. ഓരോ ദിവസവും ആശുപത്രിയിൽ എത്ര ബെഡ് സൗകര്യങ്ങളുണ്ടെന്നും ICU വെന്റിലേറ്ററുകളുണ്ടെന്നും കണക്കുകൾ എടുക്കേണ്ടതുണ്ട്. ഇത് സർക്കാർ സംവിധാനത്തിൽ പ്രദർശിപ്പിക്കും. അതനുസരിച്ച് കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്താൻ സാധിക്കും. സർക്കാർ സംവിധാനങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകാൻ സ്വകാര്യ ആശുപത്രികൾ തയ്യാറാകണം. ഓരോ ദിവസത്തെയും കണക്കുകൾ കൃത്യമായി ലഭ്യമാക്കാൻ ശ്രദ്ധിക്കണം. എല്ലാവരും ഈ പ്രവർത്തനത്തിൽ സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഗ്ലോബൽ
ഹാൻഡ് വാഷിംഗ് ഡേ കൈകൾ ശുചീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇന്ന് ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആയി ആചരിച്ചത്. ലോകത്തെങ്ങും 70 രാജ്യങ്ങളിലെ 12 കോടിയിൽ കൂടുതൽ കുട്ടികൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കെതിരെയും വയറിളക്ക സംബന്ധമായ രോഗങ്ങൾക്കെതിരെയും ഒരുമിച്ച് കൈ കഴുകുന്ന പരിപാടി സംഘടിപ്പിച്ചു. ഹാൻഡ് ഹൈജീൻ ഫോർ ഓൾ എന്നതാണ് ഇത്തവണത്തെ മുദ്രാവാക്യം.